ഒരു മണ്ഡലം, വർഷങ്ങളായി ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനങ്ങൾ. പക്ഷേ ഉത്തരങ്ങൾ ഇന്നും കിട്ടിയിട്ടില്ല. കൊച്ചിയുടെ ഹൃദയത്തിൽ നിൽക്കുന്ന തൃക്കാക്കര വികസനത്തിന്റെ മുഖമായി മാറേണ്ടിയിരുന്ന ഒരു പ്രദേശമാണ് അല്ലെ? പക്ഷേ ഇന്നും ചില അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ തുടരുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനി മാറ്റത്തിനുള്ള സമയമായോ? തൃക്കാക്കരയുടെ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ ഇതൊരു നഗരമണ്ഡലമായിട്ടും കുടിവെള്ള പ്രശ്നം പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ഇന്നും പൂർണ്ണമായി ശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നില്ല. ഗതാഗത രംഗത്ത് മെട്രോയും വലിയ വികസനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും പ്രാദേശിക റോഡുകളുടെ ദുരവസ്ഥയും ഗതാഗത കുരുക്കും ജനങ്ങളുടെ ദിവസേന ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം ഇതിനകം ഉയരും. ഇത്ര വർഷം ഒരേ പ്രാതിനിധ്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വലിയ മാറ്റം കാണാനായില്ല? ഇതാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ശക്തമായി ചർച്ചയായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു പുതിയ പേര് ശ്രദ്ധ നേടുന്നത്, അഡ്വക്കേറ്റ് പുഷ്പ ദാസ്. ഇത് വെറും ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും സ്ത്രീ ശാക്തീകരണത്തിനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും മുൻഗണന നൽകുന്ന സമീപനവും ഇവരെ വേറിട്ട് നിർത്തുന്നു. വികസനം വലിയ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല, അത് ഓരോ വീട്ടിലേക്കും എത്തണമെന്ന ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമാണോ? അല്ല, ഒരു തീരുമാനമാണ്. തുടരണമോ പഴയ വഴികൾ, അല്ലെങ്കിൽ മാറണമോ ഇനി പുതിയ ദിശയിലേക്ക്? തൃക്കാക്കര ഇനി എന്ത് തീരുമാനിക്കും? മാറ്റം ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ പഴയതിൽ തന്നെ തുടരാനാണോ? അവസാന വാക്ക് ജനങ്ങളുടേതാണ്.